നമസ്കാരം. സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്ന ഈ പ്രത്യേക വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈജൻസ് സൊല്യൂഷൻസ് നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സ്കൂളുകളുടെ ഭാവിയെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കേരളത്തിലെ സ്വകാര്യ സ്കൂൾ വിപണി, അതായത് പ്രൈവറ്റ് സ്കൂൾ മാർക്കറ്റ്, ഭയങ്കര കോമ്പറ്റീഷനുള്ളതും അതേസമയം തന്നെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് ചുരുങ്ങുന്നതുമായൊരു അവസ്ഥയിലേക്കാണോ പോകുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദു നമ്മുടെ സ്വന്തം കേരളം തന്നെയാണ്. ഉയർന്ന സാക്ഷരതയ്ക്കും വിദ്യാഭ്യാസ നിലവാരത്തിനുമൊക്കെ പേരുകേട്ട നമ്മുടെ സംസ്ഥാനം പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യയിലുണ്ടായ ഒരു അടിസ്ഥാനപരമായ മാറ്റത്തിലാണ്. ഈ പ്രശ്നത്തിന്റെ എല്ലാം കാതൽ എന്താണെന്നറിയാമോ? ഈ ഡേറ്റയിലുണ്ട്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിയേ. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികളില്ലേ, അവരുടെ എണ്ണം ഇങ്ങനെ പതിയെ കുറഞ്ഞു വരികയാണ്. 2019 ഒരു 5.5 മില്യൺ കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ 2025 ആകുമ്പോഴേക്കും അത് 5.2 മില്യണായിട്ട് കുറയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ പഠനം 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ. ഹയർ സെക്കൻഡറി ഇതിൽ വരുന്നില്ല. ഈയൊരു ജനസംഖ്യാപരമായ മാറ്റം പെട്ടെന്നൊരു ദിവസമുണ്ടായതല്ല. ഇതിന് പിന്നിൽ പല സാമൂഹിക സാമ്പത്തിക കാരണങ്ങളുണ്ട്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ കൂടുതലായി തൊഴിൽ രംഗത്തേക്ക് വരുന്നത്, വിവാഹം വൈകുന്നത്, പിന്നെ ചെറുപ്പക്കാരായ ദമ്പതികൾ വിദേശത്തേക്ക് കുടിയേറുന്നത്, ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ്. ഇതൊക്കെ 1990കളുടെ അവസാനം മുതൽ കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡുകളാണ്. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇത് എങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് സ്കൂൾ മാർക്കറ്റിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യം, ഒരു പാരഡോക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കുട്ടികൾ കുറയുമ്പോൾ സ്കൂളുകളും കുറയേണ്ടതല്ലേ? അതാണ് ലോജിക്ക്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. അതിശയമെന്ന് പറയട്ടെ, CBSE ICSE സിലബസിലുള്ള പുതിയ സ്കൂളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വിരോധാഭാസം. ഇത് ആ സാഹചര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് പുതിയ പ്രൈവറ്റ് സ്കൂളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മറുവശത്ത് ഈ സ്കൂളുകളിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം ഇരട്ട അക്കത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. ഈയൊരു സമ്മർദ്ദം താങ്ങാനാവാതെ സംസ്ഥാന സിലബസ് പിന്തുടരുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ പലതും പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. 2019 ശേഷം ഏകദേശം 391 സ്കൂളുകൾ ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു. കോവിഡ് കാലത്ത് ഒരു ചെറിയ മാറ്റം നമ്മൾ കണ്ടിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ഒരുപാട് പേർ മക്കളെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലേക്ക് മാറ്റി. പക്ഷേ ഡേറ്റ കാണിക്കുന്നത് അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു എന്നാണ്. കോവിഡിന് ശേഷം പ്രൈവറ്റ് സ്കൂളുകളിലെ എൻറോൾമെന്റ് പഴയ നിലയിലേക്ക് തിരികെ വരുന്നുണ്ട്. ഈ കണക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു ചിത്രം കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊരു സാധാരണ സ്കൂളിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമുക്കൊരു സ്കൂളിനെ സങ്കല്പിക്കാം. 2016 നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 1500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ. എന്നാൽ പ്രവചനമനുസരിച്ച് 2030 ആവുമ്പോഴേക്കും ഇതേ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 1230 കുറയും. അതായത് ഏകദേശം 300 കുട്ടികളുടെ കുറവ്. മൊത്തം കുട്ടികളുടെ 20% വരുമിത്. എന്നാൽ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുറവ് എല്ലാ ക്ലാസ്സുകളിലും ഒരുപോലെയല്ല. ഏറ്റവും ചെറിയ ക്ലാസ്സുകളിലാണ് ഏറ്റവും വലിയ ഇടിവ് വരാൻ പോകുന്നത്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള വിഭാഗത്തിൽ 26% വരെ കുറവ് വരാം. എന്നാൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഇത് 12% മാത്രമാണ്. അതായത് സ്കൂളുകളുടെ അടിത്തറയാണ് ശരിക്കും ഇളകുന്നത്. ശരി, ഇനിയൊരു സ്കൂളിൽ നിന്ന് മാറി ഈ വെല്ലുവിളി നമ്മുടെ സംസ്ഥാനത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. കണക്കുകൾ പ്രകാരം കേരളത്തിലെ ഒരു ജില്ല പോലും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാ 14 ജില്ലകളിലും കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. അപ്പോൾ ഏതൊക്കെ ജില്ലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക? നമ്മുടെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളായ തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, ഇവിടെയൊക്കെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തൃശൂരിൽ മാത്രം ഏകദേശം 85,800 കുട്ടികളുടെ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ചെറിയ സംഖ്യയല്ല. പല സ്കൂളുകൾക്കും ഇത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമാകും. അപ്പോൾ ഇത്രയും ഡാറ്റയൊക്കെ കണ്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? ഉത്തരം വളരെ വ്യക്തമാണ്. അതെ, കേരളത്തിലെ സ്കൂൾ വിപണി അതികഠിനമായ മത്സരമുള്ള, അതേസമയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലിലേക്ക് മാറിക്കഴിഞ്ഞു. കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടുതൽ സ്കൂളുകൾ മത്സരിക്കുന്നൊരു പുതിയ യാഥാർത്ഥ്യമാണിത്. അപ്പോൾ ഇത് വെറുമൊരു വെല്ലുവിളിയായി മാത്രം കാണരുത്. സംസ്ഥാനത്തെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അവരുടെ പ്രവർത്തന രീതികളെയും തന്ത്രങ്ങളെയും പറ്റി
പുനർവിചിന്തനം നടത്താനുള്ള ഒരു ആഹ്വാനം കൂടിയാണിത്. ഈ വിശകലനം ഒറ്റപ്പെട്ട ഒരഭിപ്രായമല്ല, മറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, CBSE, സർക്കാർ കണക്കുകൾ, സേജൻ സൊല്യൂഷൻസ് പോലുള്ള വിശ്വസനീയമായ പല ഉറവിടങ്ങളിൽ നിന്നുള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഈ പുതിയ യാഥാർത്ഥ്യത്തെ അതിജീവിക്കാൻ സ്കൂളുകൾ എന്തു തന്ത്രങ്ങൾ സ്വീകരിക്കണം? ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കുന്നു. കൂടുതൽ ആഴത്തിലുള്ള വിശകലനത്തിനായി exigensolutions.com സന്ദർശിക്കുക. കണ്ടതിനു നന്ദി.